വീട്ടിൽ വച്ചിട്ടില്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പോകുന്നത് ബാഗ് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സെയിം ഡേറ്റിനാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഞങ്ങൾ അത് ഓർഡർ ചെയ്ത് വന്ന ബാഗ് സിബ് ഒരെണ്ണേ ഉള്ളായിരുന്നു. നമുക്ക് ചോറ് പാത്രവും കുപ്പിയും അങ്ങനെ നമുക്ക് ബുക്ക് മാത്രമേ അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും വയ്ക്കാൻ പറ്റില്ലായിരുന്നു. അത് കോളേജ് അങ്ങനെ പിന്നെ LKG UKG പ്രീ സ്കൂളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ റിട്ടേൺ കൊടുത്ത് ഞങ്ങൾ പുതിയ ബാഗ് ഓർഡർ ചെയ്തിട്ട് കിട്ടുള്ളൂ. അത് ഇവന്റെ 2-ാം തീയതി എന്റെ 6-ാം തീയതി വരുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരുടെ പഴയ ബാഗ് തന്നെയാണ് കൊണ്ടുപോകണത്. ഇവന്റെ പഴയ ബാഗ് തന്നെയാണ് കൊണ്ടുപോകണത്. ഞാൻ എന്റെ പഴയ ബാഗ് തന്നെയാണ് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് എന്റെ ബുക്ക് കാണിച്ചോളൂ. ഞാൻ വച്ചതാണ്. നീ കാണിച്ചെടുത്തോ. അപ്പൊ എന്റെ ചിത്രം ഞാൻ കാണിച്ചുതരാം. ഒരു 2-3 ഇവന്റെ ഫസ്റ്റ് ഒരു ബൈക്കിന്റെ സ്റ്റിക്കർ ഇഷ്ടപ്പെടുന്ന കാർട്ടൂണാണ് മോട്ടു പബ്ലു. ഇവന്റെ ഇഷ്ടമുള്ള കാർട്ടൂണാണ്. അപ്പൊ അവൻ എല്ലാ ദിവസവും കാണാറുണ്ട്. അതിന്റെ സ്റ്റിക്കർ വാങ്ങി. പിന്നെ ഓരോന്നായിട്ട് കാണിച്ചു. ഇതാണ് അവന്റെ ഫസ്റ്റ് ബുക്ക്. നമുക്ക് സബ്ജക്ട് നമ്മൾ പേരൊന്നും എഴുതിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇവന് ഇപ്പൊ നോട്ട്ബുക്ക് ഇല്ല. ഇത് 2 ലൈൻ ആണ്. ഇത് 4 ലൈൻ. ഇത് 1 ലൈനും ബാക്കിയെല്ലാം 1 ലൈനാണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം 1 ലൈനും. പിന്നെ മാത്സ് മാത്രം നമ്മുടെ ഇങ്ങനത്തെ ഒരു വര പോലത്തെ ടെക്സ്റ്റ് ബുക്ക്. അത് ചാപ്റ്റർ ഇംഗ്ലീഷ് ബുക്കാണ്. ഇംഗ്ലീഷ് ബുക്കാണിത്. ഇവരിപ്പോ 1ലേക്ക് ആയി. ആദ്യം കഴിഞ്ഞ ഒരു UKGയിലായിരുന്നു. ഇപ്പൊ 1ലേക്ക് ആയി. ഇത് മലയാളം ബുക്കാണ്. ഞാൻ പറയാം, ഇത് മലയാളം ബുക്കാണ്. അവന്റെ പ്രവർത്തനം ബുക്കാണിത്. 1ലേക്ക് ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ പടാന്റെ ബുക്കാണ്. ഇത് ഡ്രോയിങ് ബുക്കാണ്. ഞങ്ങൾക്ക് 2 ബുക്കുണ്ട്. ഡ്രോയിങ് ബുക്ക് ഉണ്ട്. ഇത് ലാപ്ടോപ്പ്. ഇത് കമ്പ്യൂട്ടർ ബുക്കാണ് അവന്റെ. ഇത് മാത്സ് ബുക്കാണ് ആദ്യത്തെ. ഇത് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കാണിത്. ഇത് നമ്മുടെ മലയാളം പാട്ടും കഥയൊക്കെ ഉള്ളത്. അതൊക്കെ പൂരിപ്പിക്കാനുള്ളതൊക്കെയാണ് അവിടെ. ഇത് കേഴ്സീവ് റൈറ്റിംഗ്. ഇത് കേഴ്സീവ് എഴുതാൻ നല്ല പാടാണ്. അപ്പൊ അതുകൊണ്ട് കേഴ്സീവ് ബുക്ക് ഉണ്ട്. ഇവർക്ക് 1 പിള്ളേർക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ EVS ബുക്കാണ്. ആദ്യത്തെ ബുക്കൊക്കെ കഴിഞ്ഞു. ഇനി എന്റെ കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്ക് 3 സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ടെസ്റ്റിൽ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടെ. ഇത് എന്നെ നോട്ടിൽ ഒട്ടിച്ചു. പിന്നെ ഇത് എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിയതാണ്. ഇനി നമുക്ക് നോട്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ. ഇത് 1 ലൈനാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബുക്കാണിത്. ഇത് നമ്മുടെ 4 ലൈനോ. ചേച്ചി ഈ ബുക്കിന്റെ സ്തൂന്റെ ബാബി കാണിച്ചാ നോക്കിക്കോ. സ്തൂന്റെ ബാബി. അപ്പൊ ഇതിന്റെ 2 ലൈനാണ്. 2 ലൈൻ എനിക്ക് ഇഷ്ടം. ഇതെന്റെ റഫും. പിന്നെ ഞാൻ ഇങ്ങനെ പറയണമൊന്നുമില്ല. പിന്നെ നമുക്ക് ഉള്ള സബ്ജക്റ്റ് 6-ാം ക്ലാസ്സിലാണ് ഞാൻ. 6-ാം ക്ലാസ്സിലായി ഞാൻ. അപ്പൊ അതിന്റെ ഉള്ള ബുക്കുകൾ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ടെസ്റ്റ് ഒന്നും എഴുതാറുള്ളൂ. പക്ഷെ 5-ാം ക്ലാസ്സിൽ വച്ചിട്ട് ഞാൻ ഒരു ഇത്രയും ബുക്ക് കണക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഈ സെറ്റ് അടുത്തത് ഇതിന്റെ ബോക്സ്. ബോക്സ് അപ്പൊ ഞാൻ മോട്ടി ബാബു ഇടത്തിടത്തെ പരിമാണമാണ്.
ഒരു ബ്ലാക്ക് കട്ടർ ഉണ്ട് അവന്. പിന്നെ ഒരു റബ്ബർ ഉണ്ട്, പെൻസില്, ഒരു പെൻസിൽ ഉണ്ട്. ഇനി അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. അപ്പുറത്ത് നമ്മൾ ഡോംസിന്റെ ഒരു സ്കെയിലും പിന്നെ അടുത്തത് 3 പെൻസിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. 3 പെൻസിലൊന്നും ഇനി എന്റെ പാട്ടുപൊട്ടമാണ്. എന്റെ അച്ഛൻ ചേച്ചി തന്നതാണ്. വെള്ളം ഇപ്പത്തെ വെള്ളം ഇടാതെ എന്റെ എല്ലാം കാണിച്ചിട്ട് നീണം ചേച്ചിന്റെ ബോസ് ഇത് ചേച്ചി എപ്പോഴും തരാണ് ചെയ്യാട്ടാ. ഇതാണ് എന്റെ പൗച്ച്. അപ്പൊ ഞാൻ ട്രാൻസ്പെറന്റ് പൗച്ചാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ ഇതാ കാണിച്ചു കൊടുക്കാം. എനിക്കൊരു പേന, പേന സെറ്റ് ബുക്ക് വാങ്ങിയപ്പോ 10 പേന ഫ്രീ, അങ്ങനെ ഫ്രീ കിട്ടിയ ഒരു പേനയുണ്ട്. പിന്നെ നമുക്ക് നോട്ട് പാഡ് ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ഇതിനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എഴുതണമെങ്കിൽ അതുണ്ട്. പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട്, അപ്സരേന്റെ ഷാർപ്നറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 പെൻസിൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം അപ്സരേന്റെയും ഒരെണ്ണം സെൽവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ്. സെൽവൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ്. അപ്പൊ ഇത് 2 പെൻസില്, പിന്നെ ഡോംസിന്റെ സ്കെയിലാണ് എന്തെങ്കിലും എടുത്തത്. അത് കഴിഞ്ഞിട്ട് 2 പേന എക്സ്ട്രാ ഉണ്ട്. ഇതും അത് ഫ്രീ കിട്ടിയ പേനയും പിന്നെ ഇവിടെ ഉള്ളൊരു പേനയുണ്ട്. പിന്നെ നമുക്ക് ബുക്കിൽ നമ്മൾ എഴുതുന്ന തെറ്റിപ്പോയിട്ട് മാറ്റാൻ വേണ്ടി വൈറ്റ്നർ ഉണ്ട്. ക്യാമലിന്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. മിക്ക പ്രോഡക്ട്സ് ഞാൻ ക്യാമലിന്റെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഹൈലൈറ്റർ ആണ്. ഇവർ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും, പക്ഷെ ഇത് ഞാൻ ഒരെണ്ണമായി വാങ്ങിയതുകൊണ്ട് ഇവർ കൊടുക്കാറില്ല. പിന്നെ ഞാൻ എക്സൽ എന്ന് പറഞ്ഞ ക്യാമലിന്റെ ഇറേസറാണ് വാങ്ങിയത്. ഇത്ര ഉള്ള പൗച്ചില് ഇനി അടുത്തത് ലാസ്റ്റ് ആണ്. ഇത് എന്റെ കുപ്പിയാണ്. ഞാൻ കുറച്ച് കുഞ്ഞു കുപ്പിയാണ് എടുത്തേക്കുന്നത്. കുറച്ചാൽ കഴിഞ്ഞ് കളർ പോകാൻ നമ്മൾ പറഞ്ഞത്. എന്റെ പൂരാണ് ഞാൻ പറഞ്ഞു. എന്റെ പ്യാദിന്റെ ബോക്സാണ്. അതിന്റെ ബോക്സോ ബാഗിന്റെ ടാറ്റണിക്കിന്റെ ആ ടാറ്റണിക്കിന്റെ ബോക്സാണ്. അപ്പൊ ഞാൻ ബാഗിൽ ടാറ്റണിക്കാണ് എടുക്കുന്നത്. പിന്നെ ഇത് ഇതെന്താന്ന് വെച്ചാ പറയാം. ഇത് ഞാൻ പറയാം. ഇത് കളി എന്ത് വെച്ചാൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ചായിരുന്നു. ഓക്കെ, ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനാണ്. ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ വെക്കാം. ഫ്രൂട്ട്സ് ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ പറയാം ആൽമണ്ടോ പിസ്തയോ ബദാമോ അങ്ങനെയെല്ലാം കൊടുക്കാം. അതിനാണ് ഈ ഇവന്റെ സ്നാക്സ് ബോക്സ്. അടുത്തതായി എനിക്ക് സ്കൂളില് സ്നാക്സ് ബോക്സ് കൊണ്ടുപോകാൻ അലോഡ് അല്ല, യുപി മുതൽ അലോഡ് അല്ല. ബട്ട് വല്ല പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്നാക്സ് ബോക്സ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവൻ എന്തിനും പോയേക്കാണ്. അപ്പൊ ഇനി എന്റെ ലഞ്ച് ബോക്സ് കാണിക്കാം. ഇതാണ് എന്റെ ലഞ്ച് ബോക്സ്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഗണേഷ് ആണ്. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇത് കറിപ്പാത്രമാണ്. നമുക്ക് ഇവിടെ കറി വെച്ചിട്ട് നമുക്ക് ഇവിടെ ചോറ് വയ്ക്കാം. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ് എന്റെ ചോറ് പാത്രം. ഇനി അടുത്തതായി എന്റെ പൂരാണ്. ഇത് ആവശ്യമില്ലായിരുന്നു, പുതിയത് മേടിക്കണം. അപ്പൊ ഇതിനു വേണ്ടി ഇട്ട അടുത്ത
അപ്പൊ നമ്മള് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഗണേശന്റെ ഇവന്റെ പാത്രത്തില് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു ടൈറ്റ് ആയി നമ്മളിങ്ങനെ അടയ്ക്കണം. ടൈറ്റ് അടയ്ക്കണം. അതുകൊണ്ട് അവന് തുറക്കാൻ അടയ്ക്കാൻ നല്ല പാടാണ്. അത് മാത്രമല്ല ഒരു കാര്യം പറയട്ടെ, അതില് എന്റെ 2 ലിഡേ ഉള്ളൂ. ഇവിടെ ഒരു ലിഡ്, ഇവിടെ ഒരു ലിഡ്. പക്ഷെ ഇവന്റെ സേഫ്റ്റിക്കാണോ അറിഞ്ഞൂടാ, 4 ലിഡൊക്കെ ഉണ്ട്. അടുത്തത് പിന്നെയാണ് അടുത്തത് ടൗലിട്ട് എനിക്കും ടൗലുണ്ട്. നമുക്കൊരു കൈ വാഷ് ചെയ്ത് തുറക്കാനാണ്. സ്റ്റാറിന്റെയാണ്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിൽ ഒരു സെറ്റ് ചെയ്ത് ബ്ലൂ, ഞാൻ സെറ്റ് ചെയ്തത് പിങ്കും ആണ്. അവിടെ ഇരിക്കുന്നത് എല്ലാം കാണിക്കുന്നതാണ്. ഇത് എന്റെ ടെക്സ്റ്റ് ബുക്ക് പൊതിയാൻ വേണ്ടി ഇത് ഉണ്ടായിരുന്നില്ല, ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നില്ല. ആ ബ്രൗൺ പേപ്പർ പിന്നെ വാങ്ങിയതാണ്. എന്നിട്ട് എന്റെ ടെക്സ്റ്റ് പോയി ഒന്നുമില്ല. വേറെ മാത്രമല്ല കുറച്ച് നോട്ട്ബുക്സ് 4 ലൈനും 2 ലൈനും 1 ലൈനും പൊതിയായിട്ട് അതോടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുതിയത് വാങ്ങിയതാണ്. അടുത്തത് നമ്മുടെ ടിഫിൻ കെട്ടുന്ന ടൗലാണ്. ആദ്യം വെച്ചോ, ഇത് സെയിം ടൗലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങി. ഒരു ബ്ലൂ ഉണ്ട്, ഒരു ബ്ലൂവും ഒരു ബ്രൗൺ കളർ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങി എക്സ്ട്രാ. ഇപ്പൊ ഞങ്ങളുടെ 6 ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ 2 വാങ്ങിയുള്ളൂ ചിക്കൻ കിട്ടാൻ. പിന്നെ ഞങ്ങള് ബുക്ക് പൊതിയുമ്പോ വയ്ക്കാൻ വേണ്ടി സ്റ്റാപ്ലെയർ വാങ്ങിയിരുന്നു. അപ്പൊ സ്റ്റാപ്ലെയർ ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റാപ്ലെയർ ഉണ്ട്. ഈ ബുക്കും ഒക്കെ ബൈൻഡ് ചെയ്യാനൊക്കെ. ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ടോ അപ്പൊ അതിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. ഇത് UP ലെവലിൽ പിള്ളേർക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് കമന്റ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്യാമലിന്റെ ആണ്. എനിക്ക് ക്യാമലിന് നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നു. ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അടുത്തത് കളേഴ്സ് ആണ് അടുത്തത് വരുന്നത്. കളേഴ്സ് ആണ് അടുത്തത് നമ്മൾ വാങ്ങിക്കുന്നത്. പറഞ്ഞ് എനിക്ക് തൊണ്ട പറ്റി. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് വാക്സ് ക്രയോൺ ഡോംസിന്റെ വാക്സ് ക്രയോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ക്യാമലിന്റെ ഏതൊരു ബ്രാൻഡ് വേറെ ഉണ്ട്. അപ്പൊ അവനത് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് എനിക്ക് ഒരു 10ന്റെ ഒരു സെറ്റ് വാക്സ് ക്രയോൺ വാങ്ങിക്കുന്നത്. അത് നമുക്ക് വാട്ടർ കളറാണ് വരുന്നത്. അത് ഈ ബ്രാൻഡും ക്യാമലിന്റെ തന്നെയാണ്. ഇത് എനിക്കും ഉണ്ട് അവനും ഉണ്ട്. ക്യാമലിന്റെ ആണ്. ബസാറിൽ പ്രൈസ് 30 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പൊ 2 എണ്ണം 60 രൂപ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു 10 രൂപയാണ് തോന്നുന്നത് ഈ ചെറുതിന്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്കെച്ച് വാങ്ങി. നമ്മുടെ സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നത് സ്കെച്ച് വാങ്ങി. അപ്പൊ സ്കെച്ച് 15 രൂപേന്റെയാണ് വാങ്ങിയത്. ഓഫർ 5 രൂപ കുറച്ചിട്ടാണ് തന്നത്. അപ്പൊ അത് 10 കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് മുതൽ ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അടുത്തത് വരുന്നത് നമ്മുടെ ക്യാമലിന്റെ ആണ്.
ഏതൊരു ബ്രാൻഡിന്റെ ഇത് പറ്റിയ കളറാണ്. നമ്മുടെ പെയിന്റ് ഒക്കെ തുണിയിലൊക്കെ അടിക്കൂലേ, തുണിയിലും എന്താ പറയാ എന്താ പറയാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സിക്സ്ത്തില് ആയതുകൊണ്ട് ചേച്ചിമാരൊക്കെ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. തുണിയിലൊക്കെ നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് എന്താന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോ അങ്ങനെ കളർന്ന് അങ്ങണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് പശ നോക്കാം. ഞാൻ വാങ്ങിയത് ഫെവിഗം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലൈം എന്ന് പറഞ്ഞ ഫ്ലേവർ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ഞങ്ങൾ 3 പശ വാങ്ങി. എന്താണെന്ന് വെച്ചാൽ പലതിനും പശയാണ് വേണം. എല്ലാ ക്രാഫ്റ്റിനും നമുക്ക് പശ വേണം. ഇവിടെ അധികം ഇല്ലാത്ത സാധനം പശയാണ്. അപ്പൊ അധികം ഒന്നും ഇല്ല. പക്ഷെ എന്റെ പെൻസിൽ ഇല്ല. പെൻസിൽ ഒരു 1 2 3 4 4 വെയിറ്റ് ഉണ്ട് ഇട്ടത്. 1 2 3 4 നമ്മൾ എനിക്ക് അറിയാത്ത 2 ബ്രാൻഡിന്റെയും ഒരെണ്ണം നമ്മുടെ അപ്സര ബ്രാൻഡിന്റെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്സര എനിക്ക് ഇത് 2 അവരാണ് കൊടുത്തേക്കുന്നത്. അടുത്ത നല്ലത് കൊട. മഴക്കാലം ആയതുകൊണ്ട് പഴയ കൊടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ബട്ട് ഞങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കൊടയുണ്ട്. പിന്നെ നമ്മൾ റെയിൻകോട്ട് വാങ്ങിയായിരുന്നു. റെയിൻകോട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ റെയിൻകോട്ട് നമ്മൾ മേലെടുത്ത് സേഫായിട്ട് വച്ചേക്കാണ്. റെയിൻകോട്ട് നമ്മുടെ അധികം ആവശ്യമില്ല. നമ്മൾ ബസ് സ്റ്റോപ്പ് അടുത്ത് ഞാൻ കൊടയാണ് മതി. പക്ഷെ കൊട അവിടെ ഉള്ളതുകൊണ്ട് റെയിൻകോട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അടുത്തത് നമ്മുടെ ആദ്യക്ക് ഒരു നോട്ട് പാഡ് ഉണ്ട്. ഇതാണ് ആദ്യം നോട്ട് പാഡ്. ആദ്യം ഗ്രീനും യെല്ലോയും അങ്ങനെ സെലക്ട് ചെയ്തത്. യെല്ലോ പക്ഷെ ഇതിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ബുക്കിലൂടെ ഫ്രീ കിട്ടിയ പേനയുടെ ഇതാണ്. പേനകളാണിത്. പിന്നെ ഒരു സെറ്റിന് എത്രയാണ് ഞാൻ നോക്കി പറഞ്ഞുതരാം. ഒരു സെറ്റിന് 100 രൂപയാണ്. ബട്ട് നമുക്ക് ഇതിന് പൈസ കൊടുക്കേണ്ടി വന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രീ കിട്ടിയതാണ്. അപ്പൊ അതിന്റെ 13 പേനയാണ് നമുക്ക് കിട്ടിയത്. 13 പേനയാണ് നമുക്ക് കിട്ടിയത്. 2 പേന ഞാൻ എടുത്തു. പിന്നെ ഒരു പേന എക്സ്ട്രാ വന്നോണ്ട് ഞങ്ങൾ പുറത്ത് വെച്ചേക്കാണ്. അടുത്തത് 2 സ്കെയിൽ എക്സ്ട്രാ ഉണ്ട്. കട്ടറൻ അങ്ങനെയുണ്ട്. മാറ്റി അടുത്തത് 10 ഷീറ്റിന്റെ നമ്മൾ കളർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ കളർ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഒരെണ്ണത്തിന് 10 ഷീറ്റ് വെച്ചിട്ട് 10 ഷീറ്റ് 10 എണ്ണത്തിന് 100 ഷീറ്റ് ഉണ്ട്. ഇതിന് വില വരുന്നത് 295 രൂപയാണ്. ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് 150-നാണ് ഇത് കിട്ടിയത്. ഇനി അടുത്തത് ലാസ്റ്റാണ്. മിക്സ് കളർ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് തോട്ടട്ടെ തുറന്നത് തുറന്നേ. ഞാൻ തുറന്നു. അടുത്തത് എന്റെ ഫയലാണ്. ഞാൻ എടുത്തത് ഇങ്ങനത്തെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ യെല്ലോ തീമിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദിസ്. ഇതെന്താന്ന് വെച്ചാൽ അമ്മാമയാണ് ഞാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ സ്കൂളിന് എനിക്ക് വേണ്ട ഫാൻസി ഐറ്റംസ് ഞാൻ വാങ്ങിയത്. ഞാൻ ഫസ്റ്റ് വാങ്ങിയത് ഒരു ബണ്ണാണ്. ബൺ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം വാങ്ങിയില്ല. ഒരെണ്ണം വാങ്ങിയത്. പിന്നെ 2
ബുഷ് ഉണ്ട്, 2 ബുഷ് നമ്മൾ ചെറുത് വാങ്ങി, ഇവിടെ കെട്ടാൻ ചെറുത് വാങ്ങി. പിന്നെ പൗഡർ മേടിച്ചു, പൗഡർ ഉണ്ട്. മുഖം കഴുകാൻ വേണ്ടി ഫേസ് വാഷ്. ഇത് അമ്മേന്റെ ആണ്, ഇവന്റെ അപ്പൊ ഇത് 2 പൊട്ടുകളാണ്, ഇത് 2 പൊട്ടാണ്. പിന്നെ ഒരു ലിപ് ബാം വാങ്ങി, ഇതിന്റെ 15 രൂപ ഉള്ളൂ പൗഡർ പറഞ്ഞു. പിന്നെ ഞാൻ 2 കമ്മലാണ് വാങ്ങിയിരിക്കണത്. പിന്നെ 2 കമ്മലാണ് വാങ്ങിയിരുന്നത്. ഒരെണ്ണം ഈ സെറ്റ് പോലത്തെ കമ്മലും അതിന്റെ അടിച്ചത് ഈ സെറ്റ് പോലത്തെ കമ്മലും. ഈ 2 കമ്മൽ ഞാൻ വാങ്ങി. ഇതിന് ഒരെണ്ണത്തിന് 10 രൂപ എങ്ങാണ്ടുള്ളൂ. അപ്പൊ വാങ്ങി. ഒരു മുത്തുമാല വാങ്ങി. നെയിൽ പോളിഷ് വാങ്ങി. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഐലൈനർ ഉണ്ട് കണ്ണെഴുതാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇത് മുടി ഇല്ലാത്തവർക്ക് നമുക്ക് റാ മതി, മുടി ഉള്ളവർക്ക് നമുക്ക് പിന്നിട്ട് കെട്ടി നമ്മൾ റിബൺ കെട്ടിക്കൊണ്ട് പോകണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 2 സെന്റിമീറ്റർ റിബൺ വാങ്ങിയിട്ടുണ്ട്. ഒരു മാല വാങ്ങിയിട്ടുണ്ട് ചെറുത്. ക്ലിപ്സ് ഉണ്ട് കുറച്ച് 4 എണ്ണം. ഇതിനകത്ത് 19 രൂപയാണ് ഗൈസ്. അപ്പൊ ലാസ്റ്റ് ഇത് ലാസ്റ്റ് ഞങ്ങൾക്ക് കഴിച്ചതിനും വാങ്ങിയേ. അത്രേ ഞങ്ങൾ വാങ്ങിയുള്ളൂ. അപ്പൊ ഇതെല്ലാം എടുത്തു. അത്രേ ഞങ്ങൾ വാങ്ങിയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാൻ